بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا تك في مرية مما يعبد هؤلاء ما يعبدون إلا كما يعبد آباؤهم من قبل وإنا لموفوهم نصيبهم غير منقوص. ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب. وإن كلا لما ليوفينهم ربك أعمالهم إنه بما يعملون خبير. فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. صدق الله مولانا العظيم. കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിനെ കാണുക, അള്ളാഹുവിൻ്റെ മുഹബ്ബീങ്ങളിൽ ഉൾപ്പെടുക, ഈ വിഷയസംബന്ധിയായി ചില ഭാഗങ്ങൾ നാം പരാമർശിക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല, അതേപ്രകാരം അള്ളാഹുവിൻ്റെ റസൂൽ, അവരെ മഹബ്ബത്ത് വെക്കുക. ആ മഹബ്ബത്ത് തലക്കു പിടിച്ച ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവരുടെ മുൻപിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. അതായിരുന്നു അബു അലി തങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന ആ ഫക്കീറായ മനുഷ്യൻ മരണപ്പെട്ട് ഖബറിൽ വെച്ച് കഫംപുട നീക്കിയപ്പോൾ കണ്ണു തുറന്നു അബു അലി തങ്ങളോട് പറഞ്ഞ പ്രതികരണത്തിൽ നിന്ന് നാം ഉൾക്കൊണ്ടത്, നാം മനസ്സിലാക്കിയത്, അള്ളാഹുവിനെ മഹബ്ബത്ത് വെക്കുക. ഇത് നമ്മൾ പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൽ ഈമാൻ, യാ റസൂലല്ലാഹ് മൽ ഈമാൻ, എന്താണ് ഈമാൻ? ഈമാൻ എന്നത് എന്താണ്? ഇതിൻ്റെ മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈക മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവൻ്റെ റസൂലും അഹബ്ബ ഇലൈക, നിന്നിലേക്ക് ഏറ്റവും കൂടുതൽ മഹബ്ബത്തുള്ളവരായി മാറണം. മിമ്മാ സിവാഹുമാ, അല്ലാഹുവിനെയും റസൂലിനെയും മാറ്റിവെച്ചാൽ പിന്നീട് ഈ ഉലകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, മഹബ്ബത്ത് നിനക്ക് അല്ലാഹുവിനോടും റസൂലിനോടും ആവണം. അതാണ് ഈമാൻ. ആ ഒരവസ്ഥയിലേക്ക് നാം വളർന്നു വരുമ്പോൾ ഈമാനിൻ്റെ കമാലിയത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേ നമ്മൾ എത്തുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നാമതായി നമുക്ക് നമ്മളോട് സ്നേഹമുണ്ട്. എല്ലാ ആളുകൾക്കും അവരവരോട് സ്നേഹമുണ്ട്. ആ സ്നേഹത്തെക്കാളേറെ വലുതായിരിക്കണം അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹം.
സ്വന്തം മക്കളോട് സ്നേഹമുണ്ട്. ആ സ്നേഹത്തെക്കാളേറെ വലുതാവണം അല്ലാഹുവോടും അവൻ്റെ റസൂലിനോടുമുള്ള മഹബ്ബത്ത്. ഭാര്യമാരോടും ഉടപ്പിറപ്പുകളോടും മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും സ്വന്തം വീടിനോടും പറമ്പിനോടും സ്വന്തം വസ്തുക്കളോടുമൊക്കെ ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്, മഹബ്ബത്തുണ്ട് എങ്കിൽ അതിനേക്കാളേറെ വലിയ ഇഷ്ടവും മഹബ്ബത്തും എപ്പോൾ അല്ലാഹുവോടും അവൻ്റെ റസൂലിനോടും ഉണ്ടാകുന്നു, അപ്പോഴാണ് ഈമാനിൻ്റെ ഒരു ലദ്ദത്ത്, അതിൻ്റെ സമ്പൂർണതയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്. ഇത് കിട്ടിയത് കൊണ്ടാണ് നമ്മുടെ പൂർവീകരിൽ ലക്ഷക്കണക്കിന് വരുന്ന മഹാരഥന്മാർ അവർ അവരുടെ ജീവിതം മറന്നു, അവരുടെ ശരീരം മറന്നു, കുടുംബത്തെ മറന്നു, സമ്പത്ത് മറന്നു, എല്ലാം മറന്ന് അല്ലാഹുവിൻ്റെ മുൻപിൽ സമർപ്പിക്കാനുള്ള കാരണം ഈ മഹബ്ബത്ത് അവർക്ക് ലഭിച്ചു എന്നതുകൊണ്ടാണ്. അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും മഹബ്ബത്ത് വെക്കുക. ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ മഹബ്ബത്ത് വെച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇഷ്ടം ഇല്ലാത്തത് നമ്മിൽ നിന്ന് ഉണ്ടാകുന്നതല്ല. അതല്ലേ നേര്? ഒരു വ്യക്തിയെ നാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അനിഷ്ടകരമായി തോന്നുന്ന ഏത് വിഷയങ്ങളിൽ നിന്നും നാം മാറി നിൽക്കും. ഇനി നിങ്ങൾ ആലോചിക്കുക, അഹബ്ബ ഇലൈക മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അവൻ്റെ റസൂലും അല്ലാത്ത ഉലകത്തിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും നീ അല്ലാഹുവിനെയും റസൂലിനെയും മഹബ്ബത്ത് വെക്കണം. ആ ഒരവസ്ഥയിലേക്ക് നീ ഉയരണം. അതാണ് ഈമാൻ എന്ന് പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വീട്ടിലെ നമ്മുടെ കൊച്ചുമക്കളോട് നമുക്ക് ഇഷ്ടമാണ്, അവരെ കാണാൻ നമുക്ക് കൊതിയാണ്. ആ കൊതിയുടെ താല്പര്യമെന്തേ? അവരോട് നമുക്ക് ഇഷ്ടമുണ്ടായി എന്നതാണ്. അതേ, നമ്മുടെ മാതാപിതാക്കളെ കാണാൻ നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിൻ്റെ കാരണമെന്താ? വല്ലാത്ത കൊതിയാണ്. ആ കൊതിയുടെ കാരണമെന്താ? അവരോട് നമുക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഭാര്യമാരെ കാണാൻ നമുക്ക് വല്ലാത്ത കൊതിയാണ്, കാരണം അവരോട് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വീട്, ആ വീടിനോട് നമുക്ക് വല്ലാത്ത കൊതിയാണ്. ആ വീടണയാനുള്ള കൊതിയെന്തേ? അതിനോട് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഏതു വസ്തുക്കളെടുത്താലും ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ കാണാൻ നമുക്ക് വല്ലാത്ത കൊതി വരികയാണ്. എന്നാൽ ഉടയവനായ ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹുവിനോടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ അവനെ കാണാനുള്ള കൊതി വരുന്നു. അല്ലാഹുവിനെ കാണണം, അല്ലാഹുവിനെ കാണണം, അല്ലാഹുവിനെ കാണണം. ഇതൊരു അനുരാഗമായി, ഇതൊരു അനുകമ്പയായി, ഇതൊരു പ്രേമമായി, ഇതൊരു ഇഷ്കായി മാറുകയാണ്. ആ ഇഷ്കിൻ്റെ മുൻപിൽ നോക്കൂ നിങ്ങൾ, പ്രേയസിയെ കാണാൻ പ്രിയമതന് എന്തൊരു താല്പര്യമാണ്. എന്നാൽ ഒരു വിശ്വാസിയുടെ മനോതലങ്ങളിൽ അല്ലാഹുവോടുള്ള ഇഷ്ടം കയറിയാൽ ആ അല്ലാഹുവിനെ കാണണം, ആ അല്ലാഹുവിനെ കാണണം, ആ അല്ലാഹുവിനെ പ്രാപിക്കണം. ഈ ഒരൊറ്റ ചിന്തയിൽ അവർ കഴിയുകയാണ്. അതുകൊണ്ടാണ് നാം എത്രയോ സംഭവങ്ങൾ ഇവിടെ പറഞ്ഞതാണ്. അല്ലാഹുവിനെ കാണാനുള്ള കൊതി കൊണ്ട്, ആഗ്രഹം കൊണ്ട് കരഞ്ഞു കരഞ്ഞു കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയ മഹാരഥന്മാരെത്രയാണ്. അല്ലാഹുവേ, നിന്നെ കാണണം, നിന്റെ ജമാലിയത്തൊന്ന് ആസ്വദിക്കണം, നിന്റെ സൗന്ദര്യമൊന്ന് ആസ്വദിക്കണം, ആ ജമാലിയത്തിലൊന്ന് ലയിക്കണം,
അതിനുവേണ്ടിയുള്ള ഉത്കടമായ താല്പര്യം കൊണ്ട് കരയുകയാണ്. കൊച്ചുകുട്ടികൾ അവർക്കാവശ്യമുള്ളത് കിട്ടാൻ വേണ്ടി കരയുന്നത് പോലെ കരയുകയാണ്. അതേ, അല്ലാഹുവിൻ്റെ മുൻപിൽ കൊച്ചുകുട്ടികളാണ്. ഉടയവനെ കാണണം, അല്ലാഹുവിനെ കാണണം. അങ്ങനെയാണ് ശുഐബ് അലൈഹിസ്സലാം കരഞ്ഞു 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 കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയത്. അല്ലാഹുവേ, നിന്നെ കാണാനാണ്. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, നരകം എനിക്ക് പ്രശ്നമല്ല, നിന്റെ തീരുമാനം എന്നെ നരകത്തിലേക്കിടലാണെങ്കിൽ എനിക്ക് പ്രശ്നമല്ല, പക്ഷേ എനിക്കു നിന്നെ കാണണം, എനിക്കു നിന്നെ കാണണം. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലാഹുവിനെ കാണുക, അത് നടക്കുകയാണെങ്കിൽ മറ്റുള്ളതൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം, അത് ആ ഇഷ്ടം നമുക്ക് കയറിക്കഴിഞ്ഞാൽ, തലക്കു പിടിച്ചു കഴിഞ്ഞാൽ, അവന് ഇഷ്ടമില്ലാത്തത് പിന്നെ നമ്മിൽ സംഭവിക്കുന്നതല്ല. ആ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് നമ്മിൽ സംഭവിക്കുന്നതല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? മഹാനായ ഈസാ പ്രവാചകർ അവരുടെ യാത്രാമധ്യത്തിൽ 3 വിഭാഗം ആളുകളെ കാണുകയാണ്. അവസാനമായി കണ്ട വിഭാഗം അവർ കരയുകയാണ്. ശരീരം ശുഷ്കിച്ചു പോവുകയാണ്, മെലിഞ്ഞൊട്ടിയിരിക്കുകയാണ്, കേവലം ചില ആൾ രൂപങ്ങൾ മാത്രമാണ്. അവർ കരയുന്നു, വിതുമ്പുന്നു. എന്തേ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബിനെ കാണണം, ഞങ്ങളെ അല്ലാഹുവിനെ ഞങ്ങൾക്കു കാണണം. ആ അല്ലാഹുവിനെ കാണാനുള്ള കൊതി ഞങ്ങളുടെ തലക്കു പിടിച്ചതാണ്. അതിനുവേണ്ടി കരയുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അതിനുവേണ്ടി തപസ്സിരിക്കുകയാണെന്ന് മഹാനായ ഈസാ അലൈഹിസ്സലാമിനോട് പറയുമ്പോൾ ഈസാ അലൈഹിസ്സലാം അവരോട് പറഞ്ഞല്ലോ, അൻതുമുൽ മുഖറബൂന വ അൻതുമുൽ മുഖറബൂൻ, നിങ്ങളാണ് ആൺകുട്ടികൾ, നിങ്ങളാണ് ആൺകുട്ടികൾ എന്ന് പറഞ്ഞ് നേരത്തെ കണ്ടവരോട് പറയാത്ത രൂപത്തിലുള്ള സന്തോഷവും പിന്തുണയും മഹാനായ ഈസാ അലൈഹിസ്സലാം അവരോട് പ്രകടിപ്പിക്കുകയാണ്. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഹിബ്ബുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ മഹബ്ബത്ത് വെച്ചോ, അല്ലാഹുവിനെ നിങ്ങൾ മഹബ്ബത്ത് വെച്ചോ. എന്തേ? ലിമാ യഗ്ദൂകും ബിഹി മിൻ നിഅമിഹി, എന്തിന് അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുന്നത്? ലിമാ യഗ്ദൂകും ബിഹി മിൻ നിഅമിഹി, അതെ, എന്ത് നിഅമത്തുകൾ നിങ്ങളിലുണ്ടോ ആ നിഅമത്തുകളുടെ ദാതാവ് അല്ലാഹുവല്ലേ. എന്തു തന്നെ നിങ്ങളുടേതെന്ന് പറഞ്ഞു നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ അനുഗ്രഹങ്ങളുടെ ദാതാവായ ദാതാവ് അല്ലാഹുവല്ലേ. ആ അനുഗ്രഹങ്ങൾ അഥവാ അയർസുഖുകും ബിഹി, ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകി എന്നതിൻ്റെ പേരിൽ നിങ്ങളാ അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ചോ. എന്നിട്ട് റസൂലുള്ള പറയാണ്, വഅഹിബ്ബുനി, എന്നെയും നിങ്ങൾ മഹബ്ബത്ത് വെച്ചോ, എന്നെയും നിങ്ങൾ മഹബ്ബത്ത് വെച്ചോ. അതിൻ്റെ കാരണം എൻ്റെ റബ്ബ് എന്നെ മഹബ്ബത്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ റബ്ബ് എന്നെ മഹബ്ബത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ മഹബ്ബത്ത് വെച്ചോ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന ആ അനുഗ്രഹങ്ങളുടെ പേരിൽ നിങ്ങൾ അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ചോ. ഈ മഹബ്ബത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതെങ്ങാനും കയറിക്കഴിഞ്ഞാൽ പിന്നെ ഉലകത്തിലുള്ള ഒരു പ്രയാസങ്ങളും അവരുടെ മുൻപിൽ പ്രയാസങ്ങളല്ല. മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ ഒരു വഴിയിലൂടെ നടക്കുകയാണ്. അപ്പോഴാണ് ഒരു ഐസിൻ്റെ മലയിൽ ഒരു മനുഷ്യനിങ്ങനെ നിൽക്കുകയാണ്.
അദ്ദേഹം തണുപ്പിൽ നിന്ന് ശരീരത്തെ പ്രതിരോധിക്കാനുള്ള ഒരു വസ്തുവും തന്നെ ശരീരത്തിലില്ല, ഷൂ ധരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റു പ്രതിരോധ വസ്തുക്കളില്ല. പച്ചയായ ശരീരത്തോടുകൂടെ ഒരു ഐസിൻ്റെ മലയിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ അരികിലൂടെ അബ്ദുൽ വാഹിദ് ബിനു സയ്യിദ് റളിയല്ലാഹു അൻഹു നടന്നു പോയപ്പോൾ അവിടുന്ന് ചോദിക്കുകയാണ്, അമാ തജിദുൽ ബർദ, അമാ തജിദുൽ ബർദ, നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നില്ലേ? നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നില്ലേ? ഫഖാല, ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, മൻ ശഗലഹു ഹുബ്ബുല്ലാഹി ലം യജിദിൽ ബർദാ. അല്ലാഹുവോടുള്ള ഹുബ്ബ്, അല്ലാഹുവോടുള്ള ഹുബ്ബ് അതൊരു ലഹരിയായി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തണുപ്പോ ചൂടോ ഇല്ല. അല്ലാഹ്, ഇതാണ് പ്രപഞ്ചത്തിൻ്റെ അന്തസത്ത. ഈ അന്തസത്ത സ്വാംശീകരിച്ച ഒരാൾ, അവന് പിന്നെ ചൂട്, തണുപ്പ്, വേദന, പ്രയാസം, കഷ്ടപ്പാട്, രോധനം, നൊമ്പരം ഇല്ല. ഇങ്ങനെയുള്ള ഒരു വിഷയം അവരുടെ അജണ്ടയിലില്ല. അതുകൊണ്ടല്ലേ അങ്ങനെ വരുമ്പോ പ്രയാസങ്ങൾ മഹാനായ ഗൗസുൽ ആദം തങ്ങൾ പലപ്പോഴും നമ്മൾ പറഞ്ഞതല്ലേ, 40 വട്ടം ജനാബത്തുണ്ടായോവർ, 40 വട്ടം ഒരു ഉരാ കുളിച്ചോവർ. എന്തേ അത് പല തവണകളിലായി നമ്മൾ ഇവിടെ വിശദീകരിച്ചതാണ്. ഇറാഖിലെ മദായിനിൽ രോമക്കുത്തുകളിലൂടെ ചോര പൊടിയുന്ന സമയത്ത് ഒരൊറ്റ രാത്രിയിൽ അല്ലാഹുവിൻ്റെ പരീക്ഷണമെന്നോളം അവിടെ നിന്ന് സ്ഖലനം സംഭവിച്ചപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത തണുപ്പാണ്, അഥവാ രോമക്കുത്തുകളിലൂടെ ചോര പൊടിയുന്ന അത്രയും കടുപ്പപ്പെട്ട തണുപ്പുള്ള രാത്രിയാണ്. അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ്. ഗൗസുൽ ആദം തങ്ങൾക്ക് സ്ഖലനം സംഭവിച്ചു. അതേ സുബ്ഹി വരെ സമയമുണ്ട് കുളിക്കാൻ. ഉടനെ തന്നെ പോയി കുളിക്കുകയാണ്. വീണ്ടും വന്ന് കിടക്കുകയാണ്, അറിയാതെ ഉറങ്ങിപ്പോവുകയാണ്, വീണ്ടും കുളിക്കുകയാണ്. ഇങ്ങനെ 40 തവണയാണ് സംഭവിക്കുന്നത്. നോക്കൂ നിങ്ങൾ, കടുപ്പപ്പെട്ട തണുപ്പുണ്ടായിട്ട് ആ തണുപ്പ് അസഹ്യമായിട്ട് അതൊന്നും വകവെക്കാതെ അല്ലാഹുവിന് ഇഷ്ടം ഏതാ, ഉടനെ തന്നെ പോയി കുളിക്കലാണ്. അല്ലാഹുവിന് ഇഷ്ടം ഉടനെ തന്നെ പോയി കുളിക്കലാണ്. ആ കുളി എന്ത് ത്യാഗങ്ങളുണ്ടെങ്കിലും അതൊരു ത്യാഗമായി കാണാതെ അനുഷ്ഠിക്കുകയാണ്. 40 തവണ കഴിഞ്ഞപ്പോഴല്ലേ ഗൗസുൽ ആദം തങ്ങൾ എനിക്കില്ല, ഇനിയും കിടന്നാൽ സ്ഖലിച്ചു പോകുമോ, അങ്ങനെ സ്ഖലനം നടന്നാൽ പിന്നെ ഞാൻ മരിച്ചു പോകുമോ എന്ന പേടി മൂലം വാടിത്തളർന്ന ശരീരവുമായി കൊട്ടാരത്തിൻ്റെ ബാൽക്കണി പിടിച്ച് തണുപ്പുള്ള മരം കൂച്ചുന്ന തണുപ്പത്ത് പിടിച്ചു നിന്ന മഹാനായ ഗൗസുൽ ആദം തങ്ങൾ, അവരുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിനെ ഒരു മനുഷ്യൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ഒരു വ്യക്തി വേറെ ഒരാളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ, ഒന്ന്, ഏതു മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും അവിടെയൊക്കെ അല്ലാഹുവിനെ ഇഷ്ടപ്പെടേണ്ടി വരും. ഒന്നാമതായി, സ്വന്തം ശരീരത്തോട് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാകില്ല. സ്വന്തം ശരീരത്തോട് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവുകയില്ല. ഗസാലി തങ്ങൾ പറയുകയാണ്, ശരീരത്തിൻ്റെ ബഖാ, അതിന് കേടൊന്നും സംഭവിക്കരുത്, അത് നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാകുമോ? വകമാലഹു, സ്വന്തം ശരീരത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള പൂർണ്ണതകൾ ഉണ്ടാകണം. നല്ല മസിൽ പവർ ഉണ്ടാവണം, നല്ല സൗന്ദര്യമുണ്ടാവണം, നല്ല ബുദ്ധിശക്തി ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാത്തവർ ഉണ്ടാകുമോ?
അതേ പ്രകാരം തന്നെ അതിന് കേടു പറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകുമോ? ഇല്ല. എല്ലാ അർത്ഥത്തിലും പൂർണ്ണനിൽ പൂർണ്ണരായി സൗന്ദര്യത്തോടെ ആരോഗ്യത്തോടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഏതു മനുഷ്യനും. അങ്ങനെയുള്ള ആഗ്രഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അത് അവൻ്റെ ശരീരത്തോടുള്ള അവൻ്റെ ഇഷ്ടമാണ്, അവൻ്റെ സ്വന്തം ശരീരത്തോടുള്ള അവൻ്റെ ഇഷ്ടമാണ്. എങ്കിൽ ആ സ്വന്തം ശരീരത്തെ ഇഷ്ടപ്പെടുന്ന നീ ആ ശരീരത്തിൽ നിനക്കാവശ്യമായ വസ്തുക്കൾ മുഴുവനും നൽകിയ ദാതാവിനെ ഇഷ്ടപ്പെടണ്ടേ മോനെ? ഇഹ്യാ ഉലൂമുദ്ദീനിൽ മഹാനായ ഗസാലി തങ്ങൾ ചോദിക്കുകയാണ്. എന്നിട്ടൊരു ഉദാഹരണം പറയുന്നു. വളരെ വലിയ ചൂടുള്ള സമയത്തൊരു മരുഭൂമിയെപ്പോലുള്ള സ്ഥലത്തിലൂടെ നടന്നു പോവുകയാണു നീ. നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്, നിന്റെ ശരീരം വാടിത്തളർന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു തണൽ കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു നീ നടക്കുകയാണ്. ആ സമയത്തതാ ഒരു സ്ഥലത്ത് നല്ല ഒരു വൃക്ഷം കാണുകയാണ്. അതിൻ്റെ ഇലകൾ ഇടതൂർന്നു നിൽക്കുകയാണ്. അതിൻ്റെ അടിഭാഗത്തു നല്ല തണലുണ്ട്. നിനക്ക് സന്തോഷമാവുകയാണ്. ആ തണൽ, ആ വൃക്ഷക്കാവിൻ്റെ അടിഭാഗത്ത് നീ വന്നു നിൽക്കുകയാണ്. അങ്ങനെ അതിൻ്റെ തണൽ നീ ഉപയോഗിക്കുകയാണ്. നിന്റെ ക്ഷീണം അകറ്റുകയാണ്, നീ സന്തോഷിക്കുകയാണ്. ഈ സമയത്തു നിനക്ക് പറയാനൊക്കുമോ, ഈ വൃക്ഷത്തിൻ്റെ തണലിനോട് എനിക്ക് ഇഷ്ടമാണ്, വൃക്ഷത്തോട് എനിക്ക് ഇഷ്ടമില്ല, അതങ്ങോട്ട് മുറിച്ചു മാറ്റട്ടെ. വൃക്ഷത്തോട് എനിക്ക് ഇഷ്ടമില്ല, അത് മുറിച്ചു മാറ്റാവുന്നതാണ്. അതേസമയം അതിൻ്റെ തണലിനോട് എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത് ബുദ്ധിയാണോ? ബുദ്ധിയുള്ളവർ അങ്ങനെ പറയുമോ? ഗസാലി തങ്ങളുടെ ചോദ്യമാണ്. ബുദ്ധിയുള്ളവർ അങ്ങനെ പറയുമോ? ആ തണൽ നിനക്ക് കിട്ടാനുള്ള കാരണം ഈ വൃക്ഷമാണ്. അപ്പോൾ തണലിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാളേറെ നീ ഇഷ്ടപ്പെടേണ്ടത് ആ വൃക്ഷത്തെയാണ്. കാരണം വൃക്ഷമില്ലേ തണലില്ല, വൃക്ഷമില്ലെങ്കിൽ നിനക്ക് തണലില്ല. ഈ തണലിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാളേറെ വൃക്ഷത്തെ ഇഷ്ടപ്പെടണ്ടേ മനുഷ്യ? നിന്റെ ശരീരത്തിന് നിനക്ക് ആവശ്യമായത് മുഴുവനും നൽകിയ ദാതാവിനെ ഇഷ്ടപ്പെടാതെ നീ നിന്റെ ശരീരത്തെ മാത്രം ഇഷ്ടപ്പെടുന്നത് നിഴലു മതി, എനിക്ക് വൃക്ഷം വേണ്ടെന്ന് പറയുന്ന പമ്പര വിഡ്ഢിയെപ്പോലെയല്ലേ നീ എന്ന് മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ നീ ഇതെല്ലാം നൽകിയ, നിനക്ക് സൗന്ദര്യവും നിനക്ക് ആയുസ്സും അതേ പ്രകാരം ആരോഗ്യവും സമ്പത്തും സന്താനങ്ങളും എല്ലാം നൽകിയ അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം. നിന്റെ സ്വന്തം ശരീരത്തെ ഇഷ്ടപ്പെടുന്ന നീ ആ ശരീരം നിനക്ക് നൽകിയ ദാതാവിനെ ഇഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. 1. 2, മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ മാനദണ്ഡം നിനക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു തരിക എന്നതാണ്. നമുക്കാരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തന്നാൽ അതിൻ്റെ പേരിൽ നമുക്ക് അവരോട് ഇഷ്ടമുണ്ടാകും, ഇല്ലേ? എന്നാൽ ഈ സഹായം ചെയ്തു തന്ന വ്യക്തി നിനക്കൊരു 1,00,000 രൂപ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരും അറിയാതെ ഒരു സഹോദരൻ തന്നു എന്ന് സങ്കല്പിക്കുക. ആ വ്യക്തിയോട് നിനക്കുണ്ടാകുന്ന താല്പര്യം എത്രയാണ്, ഇഷ്ടം എത്രയാണ്. എന്നാൽ ആ കാശ് നിന്നിലേക്ക് എത്തിച്ചു തന്നത്, അങ്ങനെ അത് നിനക്കു തരണമെന്ന സഹോദരൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം ഉദിപ്പിച്ചത് ആരാ? അല്ലാഹുവാണ്. അവനത് മറ്റാർക്കെങ്കിലും കൊടുത്തുകൂടായിരുന്നോ? അത് കൊടുക്കാതെ നിനക്കു തന്നെ തരണമെന്ന ആ ഒരു മനസ്സവനു നൽകിയത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ നിനക്ക് നൽകിയത് അവൻ കേവലം ഒരു മാധ്യമം മാത്രമാണ്. റബ്ബാണ് നിനക്കതു നൽകിയത്, റബ്ബാണ് നിനക്കതു നൽകിയത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും നിനക്കാരെങ്കിലും എന്തെങ്കിലുമൊക്കെ നൽകി എന്നതിൻ്റെ പേരിൽ നീ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിനക്കാവശ്യമായത് മുഴുവനും നൽകിയത് അല്ലാഹുവാണ്. ഒരു ഭാഗത്ത് നിന്നെ സഹായിച്ച വ്യക്തി തന്നെ
കേവലം ഒരു മാധ്യമം മാത്രമാണ്. അവനും നിന്നെ സഹായിക്കാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും അള്ളാഹുവാണ്. ഈ അർത്ഥതലപ്രകാരവും നിനക്ക് അള്ളാഹുവിനെ മാറ്റിവെക്കാൻ കഴിയില്ല. മൂന്നാമത് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നാം മറ്റുള്ള ആളുകളെ ഇഷ്ടപ്പെടും. എന്ത്? അവൻ നല്ല ഒരു വ്യക്തിയാണ്, നല്ല ധർമ്മിഷ്ഠനാണ്, അവൻ്റെ ധർമ്മം നിനക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. എന്നാലും അവൻ നല്ലൊരു ധർമ്മിഷ്ഠനാണല്ലോ എന്നുള്ളതിൻ്റെ പേരിൽ നീ ഒരു പക്ഷേ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ വെച്ചാലും നീ നോക്കണം, അല്ലാഹുവിൻ്റെ ധർമ്മത്തിൻ്റെ കണക്കെത്രയാണ്, പടച്ച റബ്ബ് ചെയ്യുന്ന ധർമ്മത്തിൻ്റെ വലുപ്പം എത്രയാണ്. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നില്ലേ? ഏതെങ്കിലും ഒരു ദിവസം സൂര്യൻ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഒരു സമരമില്ലാതെ എല്ലാ ദിവസവും കൃത്യമായി ഉദിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ, അത് നീ ഇന്നലെ ഇശാ നിസ്കരിക്കാത്തവനല്ലേ? ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയ നിന്റെ തോട്ടത്തിലേക്ക് ഇന്ന് സൂര്യപ്രകാശമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തുന്നുണ്ടോ? എനർജികളുടെ പ്രഭവ കേന്ദ്രമായ, ഊർജങ്ങളുടെ പ്രഭവ കേന്ദ്രമായ സൂര്യനിൽ നിന്ന് വരുന്ന താപങ്ങളും എനർജികളും കിട്ടാതെ ഭൂമിലോകം ഹരിതാപമാകുന്നതല്ല. എന്നാൽ ഇന്നലെ നീ പടച്ച റബ്ബിനെ അംഗീകരിക്കാത്തവനാണ്, അവൻ പറഞ്ഞത് കേൾക്കാത്തവനാണ്, അല്ല അവന് വിരുദ്ധമായ ഹറാമുകൾ ചെയ്ത് കിടന്നുറങ്ങിയവനാണ്. നിന്റെ വീട്ടിലേക്ക് സൂര്യൻ്റെ വെളിച്ചം വേണ്ട, നിന്റെ പറമ്പിലേക്ക് സൂര്യൻ്റെ താപം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാറ്റിവെക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ലല്ലോ. അവൻ നൽകുകയാണ്, ഉദാരമായി നൽകുകയാണ്. ആ ഉദാരമതിയെ നിനക്കെങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുമോ? നിനക്ക് ഏതെങ്കിലും ഒരു വസ്തു തന്ന് സഹായിച്ച സഹോദരനോട് ഇഷ്ടം തോന്നുന്ന നീ, അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയെ കേട്ടറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഇഷ്ടം തോന്നുന്ന നിനക്ക് അല്ലാഹുവിൻ്റെ ഉദാരമായ ഈ ദാനത്തിൽ എന്തേ ഇഷ്ടം തോന്നാതെ പോയത്? ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചോദ്യമാണ്. ഈ അർത്ഥപ്രകാരവും നിനക്ക് അല്ലാഹുവിനെ ഇഷ്ടപ്പെടേണ്ടതല്ലേ? മറ്റൊന്ന്, മനുഷ്യൻ്റെ സ്വഭാവമാണ് സൗന്ദര്യമുള്ള വസ്തുക്കളെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണ്. സൗന്ദര്യമുള്ള എന്ത് വസ്തുക്കളെ കണ്ടാലും മനുഷ്യർക്ക് അതിനോട് താല്പര്യമാണ്, ഇഷ്ടമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ സൗന്ദര്യം എത്രയാണ്? ആരാണത് കണ്ടത്? ഈ ഉലകത്തിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമല്ലേ ആ ദർശനത്തിനുള്ള സൗഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അല്ലാഹുവിൻ്റെ ജമാലിയത്ത്, അതിൻ്റെ പ്രകാശം, അതിൻ്റെ സൗന്ദര്യം അതെന്തുമാത്രം വലുതാണ്! ആർക്കാ അത് വിശദീകരിക്കാൻ കഴിയുക? ആർക്കാ അത് വർണ്ണിക്കാൻ കഴിയുക? സ്വർഗലോകത്ത് അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാർക്ക് അവൻ ഒരുക്കി വെച്ച അനുഭവങ്ങളുടെ, ആസ്വാദനങ്ങളുടെ, പറുദീസകളുടെ വലുപ്പം തന്നെ വിശദീകരിക്കാൻ കഴിയില്ലെന്ന്, ഒരു കണ്ണിനും ഒരു കാതിനും അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് പറഞ്ഞെങ്കിൽ, ആ സ്വർഗത്തിലുള്ള സുഖങ്ങളെക്കാൾ ഏറെ എത്രയോ വലിയ, ഏറ്റവും വലിയ ആനന്ദമുണ്ടാക്കുന്ന ദർശനം, അല്ലാഹുവിനോടുള്ള ദർശനം, അതിൻ്റെ ആ അല്ലാഹുവിൻ്റെ ജമാലിയത്ത് എത്രയാണത്! നല്ല സൗന്ദര്യമുള്ള പുഷ്പങ്ങൾ, നല്ല സൗന്ദര്യമുള്ള ജീവികൾ, നല്ല സൗന്ദര്യമുള്ള വസ്തുക്കൾ എന്തുമാവട്ടെ, അവയെ പടച്ച അല്ലാഹുവിൻ്റെ സൗന്ദര്യം എത്രയാണ്! ഏതു മനുഷ്യനാന്തിച്ചു നിൽക്കാതിരിക്കുക? സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെ കാണുമ്പോൾ സൗന്ദര്യത്തിൻ്റെ വർധനവിനനുസരിച്ച് പരിഭ്രമിച്ചു അതിൻ്റെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യൻ യജമാനൻ്റെ ജമാലിയത്തിൻ്റെ മുൻപിൽ അന്തിച്ചു പോകില്ലേ? യജമാനൻ്റെ ആ ജമാലിയത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ മുൻപിൽ അവൻ പരിഭ്രമിച്ചു പോകില്ലേ? അതുകൊണ്ട് തന്നെ ആ അല്ലാഹുവിൻ്റെ ജമാലിയത്ത്, നീ ഒരു സൗന്ദര്യത്തിൻ്റെ പേരിൽ ഒരു വസ്തുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലാഹുവാണ് ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവൻ, അവനെ ഇഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. ആ അല്ലാഹുവിനെ കാണുന്നത്, അവിടെ നിന്നാണ് നമ്മുടെ ചർച്ച തന്നെ തുടങ്ങിയത് 2 ആഴ്ചകൾക്ക് മുൻപ്.
ആ അല്ലാഹുവിനെ കാണുക എന്ന് പറയുന്ന സംഭവം, പടച്ച റബ്ബിനെ കാണുക എന്നുള്ള സംഭവം. വകുല്ലു മൻ ലം യഅരിഫില്ലാഹ ഫിദ്ദുനിയാ ഫലാ യറാഹു ഫിൽ ആഖിറ. ദുനിയാവിൽ അല്ലാഹുവിനെ അറിഞ്ഞവർക്ക് ആഖിറത്തിൽ അല്ലാഹുവിനെ കാണാനൊക്കൂ. ദുനിയാവിൽ അല്ലാഹുവിനെ അറിഞ്ഞവർക്ക് ആഖിറത്തിൽ അല്ലാഹുവിനെ കാണാനൊക്കൂ. അല്ലാഹുവിനെ അറിയുക എന്നതിൻ്റെ താല്പര്യം അല്ലാഹു ഉണ്ട് എന്ന കേവലം അറിച്ചിലല്ല. വകുല്ലു മൻ ലം യജിദ് ലദ്ദത്തൽ മഅരിഫതി ഫിദ്ദുനിയാ ഫലാ യജിദ് ലദ്ദത്തൻ നളറതി ഫിൽ ആഖിറ. ഗസാലി തങ്ങൾ പറയുകയാണ്, ദുനിയാവിൽ മഅരിഫത്തിൻ്റെ ലദ്ദത്ത് അനുഭവിച്ചവർക്ക് ആഖിറത്തിൽ അല്ലാഹുവിനെ കാണുന്നതിൻ്റെ രസം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. മഅരിഫത്തിൻ്റെ ലദ്ദത്ത് അനുഭവിച്ച ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ദർശനത്തിൻ്റെ സുഖം ആസ്വദിക്കാൻ കഴിയുള്ളൂ. എല്ലാം ദുനിയാവുമായി ബന്ധപ്പെട്ടതാ. എന്തേ ഈ മഅരിഫത്തിൻ്റെ ലദ്ദത്ത്? പടച്ചോനെ, അത് പറയാൻ കഴിയുമോ നമുക്ക്? അതിനുള്ള അർഹത ഉണ്ടോ നമുക്ക്? ഇബാദത്തിൻ്റെ ലദ്ദത്ത് തന്നെ കിട്ടാത്തവരാ നമ്മൾ. ഇബാദത്തിൻ്റെ ലദ്ദത്ത് തന്നെ കിട്ടാത്തവരാണ് നമ്മൾ. ഇബാദത്തിന് ഒരു രസമുണ്ട്, ഇബാദത്തിനൊരു രസമുണ്ട്. കേവലം ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മാത്രമാണോ രസം? ഇബാദത്തിനൊരു രസമുണ്ട്. ആ രസം തന്നെ കിട്ടാത്തവരാ നമ്മൾ. അതുകൊണ്ടാണ് കേവലം ഫർള് മാത്രം നമ്മൾ നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കാൻ പ്രയാസം. എന്തേ? അതൊരു പ്രയാസമായിട്ട് തോന്നുകയാണ്. ഇതിൻ്റെ ഒരു ലദ്ദത്ത്, അതിൻ്റെ ആ ഒരു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു ചാത്, യെസ്, അത് നമുക്ക് കിട്ടണില്ല. അത് കിട്ടിയവർ മുഴുവനും, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇശാ നിസ്കരിക്കാൻ വന്നിട്ട് ഒരൊറ്റ ആയത്ത് കേട്ടപ്പം താടി തടവിയിട്ട് നേരം പുലരുന്നത് അറിഞ്ഞില്ല. നുജ്സാ ബിമിസ്ഖാലി ദർറ, നുജ്സാ ബിമിസ്ഖാലി ദർറ, നുജ്സാ ബിമിസ്ഖാലി ദർറ. അണുമണി തൂക്കങ്ങൾക്ക് പ്രതിഫലമുണ്ടല്ലോ, അണുമണി തൂക്കങ്ങൾക്ക് പ്രതിഫലമുണ്ടല്ലോ, അണുമണി തൂക്കങ്ങൾക്ക് പ്രതിഫലമുണ്ടല്ലോ. ഇതിങ്ങനെ പറഞ്ഞ് നന്മയാവട്ടെ തിന്മയാവട്ടെ അണുമണി തൂക്കമാണ് സംഭവിച്ചതെങ്കിൽ അവയ്ക്കു പ്രതിഫലം ഉണ്ടാകും എന്ന അതിലങ്ങോട്ട് ലയിച്ചിട്ട് നേരം പുലരുന്നത് വരെ ഒരൊറ്റ ഇരുത്തം. ആ ഇരുത്തത്തിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ഇരുന്ന അബൂ ഹനീഫ തങ്ങൾ വലത്തെ കൈകൊണ്ട് താടിയെ ഇങ്ങനെ തടവാണം. എന്നിട്ട് നേരം പുലരുന്നത് വരെ, അഥവാ സുബഹിൻ്റെ വാങ്ക് കൊടുക്കാൻ മുഅദ്ദിൻ വരുന്നത് വരെ ആ ഒരൊറ്റ ഇരുത്തം. മുഅദ്ദിൻ വന്നപ്പോഴാണ് മഹാനായ അബൂ ഹനീഫ തങ്ങൾ വിവരണത്. ഇതാണ്, നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് സാധുക്കളാകുന്ന നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ. അവൻ്റെ ഇഷ്ടക്കാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ഫലാ തകു ഫീ മിർയത്തിൻ മിമ്മാ യഅ്ബുദു ഹൗലാഇ മാ യഅ്ബുദൂന ഇല്ലാ കമാ യഅ്ബുദു അബാഉഹും മിൻ ഖബൽ വഇന്നാ ലമുവഫൂഹും നസീബഹും ഗൈറ മൻഖൂസ്. ഫലാ തകു ഫീ മിർയത്തിൻ മിമ്മാ യഅ്ബുദു ഹൗലാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഓ നബിയേ, അവിടുത്തെ മുൻപിലുള്ള ഈ നിഷേധികളാകുന്ന ആളുകൾ ഇവിടെയുള്ള ബിംബങ്ങളെ ആരാധിക്കുകയാണ്. അവർ ഈ ബിംബങ്ങളെ ആരാധിക്കുന്ന വിഷയത്തിൽ ഒരു വിധത്തിലുള്ള സംശയവും ഓ നബിയേ അവിടുത്തേക്കു വേണ്ട. എന്തു സംശയം? അതേ പറയാം, മാ യഅ്ബുദൂന ഇല്ലാ കമാ യഅ്ബുദു ആബാഉഹും മിൻ ഖബ്ലു. ഇവർ ഈ പ്രതിഷ്ഠകളെ ആരാധിക്കുന്നത് കേവലം അന്ധമായ അനുകരണമാണ്. അതല്ലാതെ ഇതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടല്ല. ഇവരുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവരും ഈ പ്രതിഷ്ഠകളെ ആരാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹ് ആശ്വസിപ്പിക്കുകയാണ്, വഇന്നാ ലമുവഫൂഹും നസീബഹും ഗൈറ മൻഖൂസ്. ഇവർക്ക് നമ്മൾ പിടിപ്പത് കൊടുക്കുന്നതാണ്. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസത്തിന് നമ്മൾ പിടിപ്പത് കൊടുക്കുന്നതാണ് നബിയേ. ഗൈറ മൻഖൂസ്, ഒരൊറ്റ കുറച്ചിലും നമ്മളതിൽ വരുത്തുന്നതല്ല. അഥവാ ഇത്രയും സമയങ്ങളിലായി അതേ പൂർവീകരാകുന്ന പൂർവ സമൂഹത്തിൽപ്പെട്ട ആളുകളെ, അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളെ നശിപ്പിച്ച ഏട് പറഞ്ഞപ്പോൾ അതേ ആ അള്ളാഹുവിനെ എതിര് ചെയ്യുന്ന ഖുറൈശികളാകുന്ന ആളുകൾ
ഇവരുടെ അവസ്ഥ എന്താ? അതേ നബിയെ, അവിടുന്ന് വിഷമിക്കണ്ട, ഇവരുടെ പൂർവീകർക്ക് സംഭവിച്ച പര്യവസാനമാണ്, ദുരന്തമാണ്. ഈ ആളുകൾക്കും സംഭവിക്കാനിരിക്കുന്നത്, ഈ ആളുകൾക്കും സംഭവിക്കാനുള്ളത് ആദ് സമൂഹത്തിന് സംഭവിച്ചതുപോലെ, സമൂദ് ഗോത്രത്തിന് സംഭവിച്ചതുപോലെ, അതേ പ്രകാരം തന്നെ ലൂത്ത് നബിയുടെ സമൂഹത്തിന് പറ്റിയതുപോലെ വലിയ ഒരു ദുരന്തമാണ് നൂഹ് അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിന് സംഭവിച്ചതുപോലുള്ള ദുരന്തമാണ് ഇവരെയും കാത്തു നിൽക്കുന്നത്. അതേ, വഇന്നാല മുവഫൂഹും നസീബഹും ഗൈറ മൻഖൂസ്, യാതൊരു വിധത്തിലുള്ള കുറച്ചിലും അദാബിൻ്റെ മേഖലയിൽ നമ്മൾ വരുത്തുന്നതല്ല നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അഥവാ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, കുഫ്രിയത്തിലായി കഴിഞ്ഞു പോകുന്ന ആളുകൾ, അവർക്ക് കിട്ടുന്ന ശിക്ഷയുടെ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള കുറച്ചിലും ഉണ്ടാകുന്നതല്ല. മഹാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു മനുഷ്യൻ അവൻ്റെ വർഗശത്രുവാണ് ഇബ്ലീസുൽ ലഈൻ, പിശാച് എന്ന് പറയുന്നത്. മനുഷ്യരുടെ വർഗശത്രുവാണ് അവൻ. എന്നാൽ ഈ ഇബ്ലീസുൽ ലഈൻ ഏതു മനുഷ്യനെയും വേട്ടയാടുകയാണ്. അവൻ്റെ വേട്ടയാടലുകൾ വ്യത്യസ്ത രൂപങ്ങളിൽ നടക്കുകയാണ്. ഒന്നാമതായി അവൻ ചെയ്യുന്നത്, ഒരു മനുഷ്യനെ കൊണ്ട് കുഫ്ർ ചെയ്യിപ്പിക്കണം. ഒരു മനുഷ്യനെ കൊണ്ട് കുഫ്ർ ചെയ്യിപ്പിക്കണം, ശിർക്ക് ചെയ്യിപ്പിക്കണം. അതിനെന്താ മാർഗം? അതാണ് അവൻ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി നിരന്തരം വ്യക്തികളുടെ പിന്നാലെ പോകും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വന്ന ഒരു ദുരാചാരമുണ്ട്. നമ്മുടെ മുസ്ലിം ഉമ്മമാർ പർദ്ദ ധരിച്ചുകൊണ്ട് ജ്യോത്സ്യന്മാരുടെ അരികിലേക്ക് പോകുന്ന ഒരു സ്വഭാവം. ഈമാൻ പോലെ നമ്മൾ പോകുന്നത് അവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാനൊന്നുമല്ല. നമുക്കിപ്പോൾ ഒരു ചെറിയ വിഷമം വന്നിട്ടുണ്ട്, ആ വിഷമം അവിടെ നീങ്ങിക്കിട്ടാൻ വേണ്ടി പോവാം. ഇതാണ് നമ്മുടെ ന്യായം. അതിനു ചില ഉസ്താക്കന്മാർ എന്ന് പേര് വെച്ച ആൾക്കാരുണ്ടാവും. ഈ രൂപത്തിലുള്ള കുഫ്രിയത്തിൻ്റെ ആളുകളിലേക്ക് റഫർ ചെയ്യുന്ന ഉസ്താക്കന്മാർ ആരാണെങ്കിലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. അത് അംഗീകരിക്കാൻ പറ്റൂല. മുവഹ്ഹിദീങ്ങളാകുന്ന, മുഅ്മിനീങ്ങളാകുന്ന ആളുകളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് പിശാചുക്കളെയും പിടിച്ചു കെട്ടാൻ നമ്മുടെ മുമ്പിൽ മാർഗങ്ങളുണ്ട്. അതിന് ഗഡസുള്ള ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നല്ല തഖ്വയും വറയുമായി ജീവിക്കുന്ന ആളുകൾ, അവരെ കണ്ടുപിടിക്കണം. എന്നിട്ട് അവരുടെ അരികിലേക്ക് വിഷയങ്ങൾ എത്തിക്കണം. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ അവർ കാണും. ക്ഷേത്രത്തിൽ പോലും പോയിട്ട് പ്രദക്ഷിണം നടത്തുന്ന മുസ്ലിം സഹോദരിമാരെ മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് നിന്ന് പിടികൂടിയത്, അതും തന്നെ ഏതു സമയത്ത്? വെള്ളിയാഴ്ച ജുമുഅയുടെ സമയത്ത്. അപ്പോൾ പിന്നെ ആളുകൾ കാണൂലല്ലോ. വെള്ളിയാഴ്ച ജുമുഅയുടെ സമയത്ത് ക്ഷേത്രത്തിൽ പോയി പർദ്ദ ധരിച്ച മുസ്ലിം സ്ത്രീകൾ പ്രദക്ഷിണം നടത്തുന്നു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എവിടേക്കാണ് ഈ പോക്ക്? ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു ഏത് രൂപത്തിലാണോ കുഫ്രിയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്, അതിനുള്ള ശ്രമം ഇബ്ലീസുൽ ലഈൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ അവൻ്റെ ശ്രമം. രണ്ടാമതായിട്ട് മഹാന്മാർ പറയാണ്, ഇനി ഒരാളെ കുഫ്രിയത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. എത്ര ശ്രമിച്ചാലും അങ്ങനെയുള്ള ഒരു സംഗതി അവനിൽ നിന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പായാൽ ഇബ്ലീസ് അവരെ വിടുന്നതല്ല. രണ്ടാമത്തെ അവൻ്റെ സ്റ്റെപ്പ്, അവൻ കളം മാറ്റി ചവിട്ടുകയാണ്. എന്തേ അത്? അൽ മർത്തബത്തു സാനിയത്തു മർത്തബത്തുൽ ബിദ്അത്തിന്റെ മർത്തബയാണ്. രണ്ടാമത് അവനെ മുബ്തദിയാക്കാൻ എന്താണ് മാർഗം? അതാണ് അവൻ ചിന്തിക്കുക. അവൻ്റെ മനസ്സിൽ ബിദ്അത്തിനോടുള്ള ഒരു താല്പര്യം, അവർ പറയുന്നത് ശരിയല്ലേ, അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു താല്പര്യം ആദ്യമുണ്ടാകും. എല്ലാം കേൾക്കണം, എന്നിട്ട് അതിൽ നിന്ന് സത്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. എല്ലാം കേൾക്കണം. ആര് കേൾക്കണം? എല്ലാം കേൾക്കണം എന്നത് ശരിയാണ്. പക്ഷേ അതിൽ നിന്ന് നെല്ലും പതിരും വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് നിനക്കുണ്ടോ? മുമ്പ് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? നീന്തമറിയാത്തവൻ
നല്ല കുത്തൊഴുക്കുള്ള നദിയുടെ അരികിലൂടെ നടന്നു പോകാൻ പാടില്ല. നടന്നു പോയാൽ സ്ലിപ്പായി നദിയിലേക്ക് വീഴുമെന്ന് ഉറപ്പുള്ള സ്ഥലമാണോ എങ്കിൽ നിനക്ക് നീന്തറിയില്ലെങ്കിൽ നീ നടക്കരുത് എന്ന് ഗസാലി തങ്ങൾ പറഞ്ഞതാ. നീ നടന്നു പോകരുത്. അതുകൊണ്ട് തന്നെ എല്ലാം കേൾക്കണം എന്ന ഒരു ജനറൽ ഇസ്ലാമിസ്റ്റുകൾ അവരെ ഈ സംഭവം ഒന്ന് കേൾക്കട്ടെ. എന്തേ മഹാനായ താവൂസ് റളിയല്ലാഹു അൻഹു വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. താവൂസ് തങ്ങളെ വീട്ടിലിരിക്കുമ്പോഴാണ് പരിചയക്കാരനായ ഒരു മുബ്തദിയായ വ്യക്തി വീട്ടിലേക്ക് വന്നു. നേരത്തെ പരിചയമുള്ള ആളാ, പക്ഷേ അവൻ ഇപ്പോൾ മുബ്തദിയായി മാറിയിട്ടുണ്ട്. ബിദ്അത്തിന്റെ കക്ഷിയിൽ ചേർന്നിട്ടുണ്ട്. താവൂസ് തങ്ങളുടെ അരികിലേക്ക് വന്നു. ഫതകല്ലമാ ഫീ ഷൈഇൻ, താവൂസ് തങ്ങളോട് പഴയ ആ ഒരു സൗഹൃദം പുതുക്കുകയാണ്. ആ സമയത്ത് അവൻ സംസാരം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഫഅദ്ഖല താവൂസുൻ ഇസ്ബഅൈഹി ഫീ ഉദ്നൈഹി, അവൻ്റെ സംസാരം എനിക്ക് കേൾക്കണ്ട. രണ്ടു കൈകളും അതാവി കാതിലേക്ക് വെച്ചിട്ട് അമർത്തിപ്പിടിച്ചു. അമർത്തി അങ്ങോട്ട് പിടിക്കുകയാണ്. വഖാല, അതേ പ്രകാരം തന്നെ അവിടെ താവൂസ് തങ്ങളുടെ ചെറിയ ഒരു കുട്ടിയുണ്ടായിരുന്നു. യാ ബുനയ്യ അദ്ഖിൽ ഇസ്ബഅക ഫീ ഉദ്നൈക, മോനെ നിന്റെ കാത് അടച്ചു വെക്കൂ, നിന്റെ കാത് നീ അടച്ചു വെക്കൂ. ഹത്താ ലാ തസ്മഅ മിൻ ഖൗലി ശൈആ, ഇദ്ദേഹം പറയുന്ന ഒന്നും നിന്റെ കാതുകൊണ്ട് കേൾക്കല്ല. ഫഇന്ന ഹാദൽ ഖൽബ ലഈഫുൻ, നിന്റെ കൽബ് വളരെ ദുർബലമാണ്, ലഈഫായ കൽബാണ്. അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മറുമരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വിഷയം നിനക്കറിയില്ല. അതുകൊണ്ട് കാതടച്ചു വെക്കൂ. സുമ്മഖാല, പിന്നെ താവൂസ് തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഐ ബുനയ്യ ഉസ്ദുദ്, ഐ ബുനയ്യ ഉസ്ദുദ് ഫമാ സാല യഖൂലു ഉസ്ദുദ് ഉസ്ദുദ് ഉസ്ദുദ്, മോനെ അടച്ചു വെക്കടാ, അടച്ചു വെക്കടാ, അടച്ചു വെക്കടാ, കേൾക്കരുത്, അവൻ പറയുന്നത് കേൾക്കരുത്. ഇതിങ്ങനെ ആവർത്തിച്ച് തൻ്റെ കുട്ടിക്ക് നിർദ്ദേശം കൊടുക്കുകയും താവൂസ് റളിയല്ലാഹു അൻഹു തൻ്റെ വിരലുകളെ കൊണ്ട് കാത് അടച്ചു പിടിക്കുകയും ചെയ്യുകയാണ്. ഏതുവരെ? ഹത്താ ഖാമൽ ആഖിറു, ഈ മുബ്തദിയായ മനുഷ്യൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് വരെ. അപ്പോൾ കണ്ടോ നിങ്ങൾ, ബിദ്അത്താണ് രണ്ടാമതായി ഇബ്ലീസുൽ ലഈൻ ഒരു മനുഷ്യനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ബിദ്അത്തിലേക്ക് അത് കേൾക്കണം. കേൾക്കുമ്പോൾ സ്വാഭാവികമായും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളോട് മതിപ്പ് കുറഞ്ഞു വരുന്നു. അതിൽ സംശയങ്ങൾ ഉടലെടുത്ത് വരുന്നു. അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഒരു 40 കഴിക്കണത്, അല്ലെങ്കിൽ എന്തിനാ ഇപ്പോൾ ഒരു കണ്ണൂക്ക് കഴിക്കണത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ രൂപത്തിലുള്ള മമ്പുറത്തേക്ക് പോകുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇഷ്കാലുകളും സംശയങ്ങളും മനസ്സിൽ വരികയാണ്. ഇതിനോ എന്തെങ്കിലുമൊക്കെ ആയത്ത് അവൻ കേട്ടിട്ടുണ്ടാകും. ആ ആയത്ത് അതുമായി ബന്ധപ്പെട്ടതല്ല, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. നോക്കണം നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ മഹാന്മാർ പറയാണ്, വഹിയ, ഈ ബിദ്അത്തിന്റെ മർത്തബ എന്ന് പറയുന്നത് അഹബ്ബു ഇലൈഹി, ഇബ്ലീസുൽ ലഈനിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതികളിൽ പെട്ടതാണ്. എന്തിനേക്കാളേറെ മിനൽ ഫുസൂഖി വൽ മആസി, ഒരു മനുഷ്യൻ നിത്യമായി മദ്യപിക്കുന്നതിനേക്കാളേറെ, നിത്യമായി വ്യഭിചരിക്കുന്നതിനേക്കാളേറെ, നിത്യമായി പലിശ വാങ്ങുന്നതിനേക്കാളേറെ ഇബ്ലീസുൽ ലഈനിന് ഇഷ്ടം ഒരു കക്ഷി മുബ്തദിയായി മാറലാണ്. അതിൻ്റെ കാരണം എന്ത്? ലിഅന്ന ദററഹാ ഫിദ്ദീൻ, അതിൻ്റെ ഒരാൾ മുബ്തദിയായി മാറിയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് എവിടെയാ? ഇസ്ലാമിക് പ്ലാറ്റ്ഫോമിലാണ്, ഇസ്ലാമിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അവനിപ്പോൾ ഒന്ന് സൗദിയെ പോയി വന്നതാ, അവിടെ വന്നപ്പോൾ പോകുമ്പോൾ ഉസ്താദുമാരോട് പറഞ്ഞ് മഹാന്മാരെ തവസ്സുല് ചെയ്ത് ദുആ ചെയ്ത് ഇറങ്ങിയതാ. പക്ഷേ എന്തു ചെയ്യാൻ, അവിടെ ചെന്നപ്പോൾ റൂമിൽ ഉള്ളതൊക്കെ മറ്റേ കമ്പനിയാ. അതിൽ നിന്ന് അവൻ്റെ ഈമാനിനെ സംരക്ഷിച്ചു നിർത്താൻ അവന് കഴിയാതെ പോയി. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ പുതിയ ഒരു ആശയായിട്ട് വരികയാണ്. അങ്ങനെ ബദരീങ്ങളെ വിളിക്കുന്ന ഉമ്മയെ അവനതാ ശകാരിക്കുകയാണ്.
മൗലൂദ് ഓതുന്ന ഉമ്മയിൽ നിന്ന് സെബീനെ എടുത്തിട്ട് വലിച്ചെറിയുകയാണ്. ഈ രൂപത്തിലുള്ള അവസ്ഥയിലേക്ക് മാറുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ആ ഒരു വീട്ടിൽ സുഖം നഷ്ടപ്പെടുകയാണ്. മാത്രമല്ല മഹല്ലത്തിൽ ഇവൻ്റെ കാരണം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. മുസ്ലിം സമുദായം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടത്തുകയാണ്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ. ദോഷങ്ങൾ ചെയ്യുന്നതിനേക്കാളേറെ ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്തിന്റെ പിന്നാലെ പോവലാണ്. കാരണം ലി അന്നൽ മഅസിയത യുതാബു മിൻഹാ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, മഅസിയത്തുകൾക്ക് തൗബണ്ട്. ഒരാൾ കള്ളു കുടിച്ചു, അതെ, അതിൻ്റെ പേരിൽ അവന് വല്ലാത്ത സങ്കടം വന്ന് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞാൽ അവന് തൗബയുണ്ട്. വ്യഭിചരിച്ചു പോയി, അവൻ പൊട്ടിക്കരഞ്ഞു റബ്ബിനോട് പറഞ്ഞാൽ ഒരു പക്ഷേ അല്ലാഹു അവൻ്റെ തൗബ സ്വീകരിച്ചേക്കാം. ബിദ്അത്തിന് തൗബയില്ല. വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ. മുബത്തദിക്ക് തൗബല്ല. മുബത്തദിഇന് തൗബയില്ല എന്ന് ആരാ? അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു. നോക്ക്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബല്ലാഹു അൻ യഖ്ബല അമല സാഹിബി ബിദ്അത്തിൻ. ബിദ്അത്തുകാരൻ്റെ അമൽ അല്ലാഹു സ്വീകരിക്കില്ല. ഹത്താ യദഅ ബിദ്അത്തുഹു. ബിദ്അത്തെന്ന് മാറി ഇങ്ങോട്ട് വന്നാൽ പടച്ചോൻ സ്വീകരിക്കും. ബിദ്അത്തിലാകുന്ന കാലത്തോളം അല്ലാഹു സ്വീകരിക്കില്ല. ഇതാണ് രണ്ടാമത്തെ മർത്തബ. ഇത് കടുപ്പം കൂടിയാൽ എങ്ങോട്ടെത്തിച്ചേരുന്നു? കടുപ്പം കൂടിയാൽ പിന്നെ ഇത് തന്നെ ശിർക്കിലേക്ക് എത്തുകയാണ്, അഥവാ കുഫ്രിയത്തിലേക്ക് എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തസുബ്ബു അസ്ഹാബി. എൻ്റെ സഹാബിമാരെ നിങ്ങൾ ചീത്ത പറയരുത്. എൻ്റെ സഹാബിമാരെ നിങ്ങൾ ചീത്ത പറയരുത്. അതിനാരാ ഇവിടെ ചീത്ത പറയണോലെ എന്ന് നമ്മൾ ചിന്തിക്കും. ആരാ ഇവിടെ ചീത്ത പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അതേ പ്രകാരം തന്നെ പ്രമുഖരായ സഹാബിമാരെ കുറിച്ച്. ജൂദായിസം ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയവരാണ് എന്ന് പറയുകയും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന സഹോദരന്മാരുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാ, ഫഇന്നഹു യജീഉ ഖൗമുൻ ഫി ആഖിരിസ് സമാൻ. ആഖിറുസ് സമാനിൽ ഒരു വിഭാഗം ആളുകൾ ഉടലെടുക്കാനുണ്ട്. യസുബ്ബൂന അസ്ഹാബി. അവരെൻ്റെ സഹാബിമാരെ ചീത്ത പറയുന്നവരാണ്. ഫലാ തുസല്ലു അലൈഹിം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഫലാ തുസല്ലു അലൈഹിം. അവർ മരിച്ചാൽ നിങ്ങൾ അവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കരുത്. അവർ മരിച്ചാൽ നിങ്ങൾ അവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കരുത്. വലാ തുസല്ലു മാഹും. അവരോടൊപ്പം നിങ്ങൾ നിസ്കരിക്കരുത്. അവരെ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കരുത്. അതേ പ്രകാരം തന്നെ വലാ തുനാക്കിഹൂഹും. നിങ്ങളുടെ മക്കളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കരുതേ. നിങ്ങളെ മക്കളെ നിങ്ങൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ എൻ്റെ സഹാബിമാരെ ചീത്ത പറഞ്ഞ വിഭാഗം വരും. അത് വന്നില്ലേ? ഡസൻ കണക്കിന് തെളിവുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിമാരെ ഐറ്റം തിരിച്ച് ചീത്ത പറഞ്ഞത് നമ്മുടെ കേരളക്കരയിലുണ്ട്. വലാ തുനാക്കിഹൂഹും. നിങ്ങൾ അവർക്ക് നിങ്ങളുടെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കരുത്. ഈ ഒരു അവസ്ഥയെത്തുമ്പോൾ, വിവാഹത്തിൻ്റെ വിഷയം വരുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് അറിയങ്ങൾ? കാര്യം എന്തായാലും ഓന് ഒരു നിക്കർഷിച്ച കുട്ടിയല്ലേ, നല്ല സ്വഭാവം, ഓൻ എന്തില്ല, ഒരു മാടാത്തരുമില്ല. ഇങ്ങനെയൊക്കെ അവിടെയൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ട് വ്യാഖ്യാനിച്ചെടുത്തിട്ട് അവിടെ ചെറുതാവും നമ്മൾ. തൽക്കാലം അതാണ് നടക്കട്ടെ. പിന്നെ നമ്മളെ കുടിക്കാരത്തി നമ്മളപ്പം ഉണ്ടാവും, നല്ല ചുറുക്കില്ല ചക്കന, അതന്നെ ആയിക്കോട്ടെ. അതൊക്കെ നമുക്ക് വല്ല കുറച്ചൊക്കെ ഈമാലോലാണെങ്കിൽ നമ്മളേതായാലും അതൊക്കെ നമുക്ക് നന്നാക്കിയെടുക്കാം. അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് നന്നാക്കിയെടുക്കാം. എന്താ സംഭവിക്കുന്നത്? നാം ജന്മം നൽകിയ നമ്മുടെ ചോരയിൽ നിന്ന് പിറന്ന നമ്മുടെ ഒരു മകൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു മകൾ, അവനിൽ നിന്ന് പിന്നീട് ഈ ഭൂമി ലോകത്ത് വരുന്നത് ആരാ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത
അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത, ഈ ഭൂമിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗം ആണ് പിന്നീട് ഇവിടെ വരുന്നത്, അല്ലേ? ആ ഒരു പരമ്പര പിന്നെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ വരുന്നില്ലേ? നമ്മുടെ കാരണം കൊണ്ട്, നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഇഷ്ടമില്ലാത്ത ഒരു വർഗം ഇവിടെ ജന്മമെടുക്കുകയാണ്. ഇത് നിസ്സാരമായി കാണാൻ പറ്റുമോ? വലാ തുജാലിസൂഹും, അതേ പ്രകാരം മുബത്തദീങ്ങളോടൊപ്പം നിങ്ങൾ ഇരിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ബസ്സിൽ പോവാണ്, മലപ്പുറത്തേക്ക് കയറിയപ്പം നല്ല ഒരു മുബത്തദിയുണ്ട് ആ ബസ്സിൽ, ഈ ബസ്സിൽ ഞാനല്ല, അതിൽ മുബത്തദിയുണ്ട്, ഇതാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ ബസ്സിൽ ഞാനല്ല, കാരണം എന്തേ, അതിൽ മുബത്തദിയുണ്ട്, അത് കയറാൻ പറ്റൂല, ഇതല്ല ഈ പറഞ്ഞതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി ജീവിക്കാൻ പറ്റും? ഇവിടെ എത്ര മുബത്തദീങ്ങളുണ്ട്? അപ്പോൾ പിന്നെ ഈ പറഞ്ഞതിനർത്ഥം എന്താണെന്നറിയോ? അവരുടെ അരികിൽ അവരെ ബഹുമാനിച്ചിരിക്കരുത്. അവരെ ബഹുമാനിച്ചിട്ട് എന്താ വരുത്? ഓലപ്പിരിക്കരുത്. നമ്മുടെ ആദർശം പറയണമെങ്കിൽ അവർക്കിടയിൽ ഇരിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ അഹ്ലുസ് സുന്നയെ പരിചയപ്പെടുത്താനും ആദർശം പറയാനും അവരോടൊപ്പം ഇരിക്കേണ്ടി വരും. അത് ഓല ബഹുമാനിച്ചിട്ടിരുത്തലല്ല, അവരെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു ഇരുത്തം അത് പാടില്ല. വഇൻ മരിദൂ ഫലാ തഊദൂഹും, ഒരു മുബത്തദി രോഗിയായി മാറിയാൽ നിങ്ങൾ അവൻ്റെ രോഗം സന്ദർശിക്കാൻ പോകരുതേ. ഇതാര് പറയാ? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവൻ്റെ രോഗം സന്ദർശിക്കാൻ പോലും നിങ്ങൾ പോകണ്ട. അപ്പം നോക്കൂ നിങ്ങൾ, അള്ളാൻ്റെ റസൂൽ ഇത്രയും വസ്തുനിഷ്ഠമായി ഒരു കാര്യം പറഞ്ഞെങ്കിൽ അവനെ വേണ്ട, അവൻ എടുക്കാത്ത ചരക്കാണ്, അവൻ ആഖിറത്തിൽ വിലല്ല. അതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആവട്ടെ ബിദ്അത്തിന്റെ ശർറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ മുബത്തദി ആക്കാനുള്ള ശ്രമം നടത്തും, അത് നല്ലവണ്ണം നടത്തും. അതിലും പരാജയപ്പെട്ടു പോയി എന്താവില്ല, എന്തു തന്നെയാണെങ്കിലും അപ്പരിപാടിക്ക് ഞാനില്ല. ഞാൻ ഓർക്കുകയാണ്, ഈ മേൽമുറിയിൽ തന്നെ ഒരു സഹോദരനോട് പറഞ്ഞു, ഉസ്താദ് 25 കൊല്ലം ഞാൻ ദുബായിൽ ജോലി ചെയ്തതാണ്. 25 കൊല്ലം. ഈ 25 കൊല്ലം ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോൾ എൻ്റെ റൂമിലുള്ളവർ മുഴുവനും മുബത്തദീങ്ങളാണ്. നിരന്തരം അവരെന്നെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കും, പലതും എന്നോട് പറയും. 25 കൊല്ലം ഞാൻ അംഗം വെട്ടി അവർക്കിടയിൽ ജീവിച്ചു. എനിക്കൊരു വിവരമില്ല, ഞാൻ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇവിടെ ഈ പറയപ്പെട്ട പുതിയ ആശയങ്ങളൊക്കെ അടുത്ത കാലത്തുണ്ടായതല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഒരു പരമ്പര ഉണ്ടല്ലോ, അവരിൽ നിന്നല്ലേ നമുക്ക് ദീന് കിട്ടിയത്. അവരൊക്കെ ഇപ്പം നരകത്തേക്ക് പോകുന്നതാണോ അപ്പം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അവർ നരകത്തേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ബാപ്പയുണ്ട്, എൻ്റെ വല്യാപ്പാറൊക്കെ ഉണ്ടല്ലോ, ഓലപ്പം നമുക്കവിടെ പോകാം. അല്ലെങ്കിലോ ഒരു സ്വർഗത്തേക്കാണെങ്കിൽ നമ്മൾ സ്വർഗത്തേക്കാട് പോകാം. ഇതിലായിട്ട് ഉറച്ചു നിന്നു ഞാൻ. അങ്ങനെ 25 കൊല്ലം ഞാൻ നിന്നു. ഞാൻ ഇപ്പോൾ ഒക്കെ റിട്ടയർഡായി വന്നതാണ്. എനിക്കിപ്പോൾ ഒരു സന്തോഷം തോന്നുക, അതിന് ഞാൻ കഴിച്ചിലായല്ലോ പടച്ചോനെ. ഇതെന്താ? ഇത് പടച്ച റബ്ബ് ഹിദായത്ത് കൊടുത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ ചൊറിഞ്ഞ് ഇവിടെ ചൊറിഞ്ഞ് ഒന്ന് പോയി നോക്കുക, എന്താ പോലും പറഞ്ഞ ബിരിയാണി കിട്ടും, ഒന്ന് പോയി നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്താഗതികൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ബിദ്അത്തിൽ നിന്ന് മൂന്നാമത് ഇതിന് കഴിയില്ല, ഇതിന് എന്ത് ശ്രമിച്ചിട്ടും കാര്യമില്ല, അവനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് ശൈത്താനിനെ ബോധ്യപ്പെട്ടാൽ മൂന്നാമത് പിന്നെ അവൻ വേട്ടയാടുന്നത് വഹിയ അൽ കബായിറു അൽ ഇഖ്തിലാഫി അൻവാഇഹാ, പിന്നെ വൻദോഷങ്ങൾ ചെയ്യാൻ വേണ്ടി അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. വൻദോഷങ്ങൾ അത് അതിൻ്റെ വ്യത്യസ്ത സ്വഭാവത്തിലായിട്ടിങ്ങനെ അതിങ്ങനെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇനിയോ ഇതിലും ഒരാളെ കിട്ടണില്ല, വൻദോഷങ്ങളൊന്നും ചെയ്യാൻ അവനെ കിട്ടണില്ലെങ്കിൽ പിന്നെ അവൻ വീണ്ടും ഇറങ്ങും താഴോട്ട്. അസ്സഗായിർ, ചെറിയ ദോഷങ്ങൾ, ചെറുദോഷങ്ങൾ ഇങ്ങനെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. നോക്കൂ നിങ്ങൾ, ഇബ്ലീസ് ഒരു മനുഷ്യൻ്റെ വൈത്താല കൂർണ കോലാപത്. വലുതൊന്നും കിട്ടണില്ലെങ്കിൽ എന്നാ പിന്നെ ചെറിയമ പിടിച്ചു. എന്നിട്ട് റസൂലുള്ള പറയാണ്, നിങ്ങൾ ഈ ചെറുദോഷത്തെക്കുറിച്ച് ഇയ്യാകും മുഹഖിറാത്തി ദുനൂബ്, ദോഷങ്ങളൊക്കെ നിസാരമായി നിങ്ങൾ കാണരുത് കേട്ടോ. അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, നിങ്ങളതിനെ നിസാരമായി കാണരുത്. എന്നിട്ടൊരു ഉദാഹരണം പറഞ്ഞു തരുന്നു മുസ്തഫായ നബി തങ്ങൾ. കുറച്ച് ആളുകൾ, ഒരു സംഘം ആളുകൾ, അവരിങ്ങനെ മരുഭൂമിയിലായപ്പോൾ അവരെന്ത് ചെയ്തു? അവർ 4 ഭാഗത്തേക്കും അങ്ങോട്ട് പോയി. 4 ഭാഗത്തേക്കും പോയിട്ട് ഓരോ ആളുകളും ഓരോ വിറകിൻ്റെ കഷ്ണം ഇങ്ങനെ കൊണ്ടുവന്നു. ഒരാളെടുത്ത് ഒറ്റ വിറകിൻ്റെ കഷ്ണമുള്ളൂ. ഇങ്ങനെ എല്ലാവരും ഓരോ വിറകിൻ്റെ കഷ്ണം കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് തീ കൊടുത്താൽ
അതൊരു തീക്കുണ്ടാരമായി മാറുകയില്ലേ? അതൊരു തീക്കുണ്ടാരായി മാറൂലേ? ആ തീക്കുണ്ടാരത്തിന് കരിച്ചു കളയാനുള്ള കഴിവുണ്ടാകില്ലേ? എന്നതുപോലെ ചെറിയ ദോഷല്ലേ, അത് ചെറുതല്ലേ, അത് പത്രമില്ല, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് കരുതി നിസാരവൽക്കരിച്ചാൽ അത് കൂടുതൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ സംഹാരാവസ്ഥ ഈ പാപങ്ങൾക്കുമുണ്ടാകും. അതുകൊണ്ട് അതിനെ നിങ്ങൾ ചെറുതായി കാണരുത്. വൻദോഷം ചെയ്യാത്തവനെ ചെറുദോഷം ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തും. ഇനി ഇതിനും ഒരാളെ കിട്ടണില്ല, എന്നാ ഇബ്ലീസ് പോവോ? ചെറുദോഷം ചെയ്യാനും ഒരു മനുഷ്യനെ കിട്ടുന്നില്ലെങ്കിൽ ഇബ്ലീസ് പെട്ടി മടക്കിച്ച് പോവില്ല. പിന്നെ അവൻ ചെയ്യുന്നത് എന്താണ്? ഇസ്തിഗാലുഹു ബിൽ മുബാഹാത്തി അല്ലതി ലാ സവാബ ഫീഹാ വലാ ഇഖാബ്. പിന്നെ ഇബ്ലീസുൽ ലഈനിന്റെ പണി കൂലിയില്ല, നാലോ ശിക്ഷയില്ല, ഇത്തരത്തിലുള്ള മുബാഹായ കാര്യങ്ങൾ അവനോട് ഇങ്ങനെ ചെയ്യിപ്പിക്കും. ഇതിന് ആഖിറത്തിൽ കൂലിയുണ്ടോ? ഒരു കൂലിയില്ല. എന്നാ ശിക്ഷ ഉണ്ടോ? ശിക്ഷയില്ല. ഇങ്ങനെയുള്ള സംഗതികളേക്കാൾ ഓൻ ചെയ്യാം. എന്നാൽ സത്യത്തിൽ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇഖാബാണ്, ഒരു ശിക്ഷയാണ്. എന്തേ? ഇവന് കൂലി കിട്ടേണ്ട സംഗതികൾ, അതിൻ്റെ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോവല്ലേ ഇവിടെ? അത് ഇവനൊരു നഷ്ടമല്ലേ? ഏറ്റവും വലിയൊരു നഷ്ടമല്ലേ? അപ്പം നല്ലത് ഈ കൂലി കിട്ടാത്ത, ശിക്ഷയും കിട്ടാത്ത കാര്യങ്ങൾ ഇവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കും. എന്നാലോ ഇതിനും ഇവനെ കിട്ടണില്ല, ഇതിനും ഇവനെ കിട്ടണില്ല. എന്നാ പിന്നെ ഇബ്ലീസ് ഒന്നും കൂടി താഴത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അവനോട് ചെയ്യിപ്പിക്കുക എന്താണെന്നറിയോ നിങ്ങൾ? ഏറ്റവും ശ്രേഷ്ഠമായത് ചെയ്യുന്നതിൽ നിന്ന് അവനിങ്ങോട്ട് വലിച്ചിട്ട് ശ്രേഷ്ഠമായത് ചെയ്യാൻ പണി. ശ്രേഷ്ഠമായതും ഏറ്റവും ശ്രേഷ്ഠമായതും ഇങ്ങനെ നടണല്ലേ? എന്തേ? പള്ളിൻ്റെ അടുത്ത് തന്നെയാണോ അവൻ്റെ പേരാ? എന്നിട്ടോ ജമാഅത്ത് കിടക്കുന്ന സമയത്ത് ഇങ്ങോട്ട് എന്താവില്ല, ജമാഅത്തിന് ഇങ്ങോട്ട് എത്തൂല. പിന്നെ ജമാഅത്ത് ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ മണ്ടി കാശി വരും. എന്നും അങ്ങനെയാണ്. കണ്ടോ? ജമാഅത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നിസ്കരിച്ച ആളാണ്. ഒരു വഖത്തും ഖളാ ആക്കൂല, ഒരു വഖത്തും ഖളാ ആക്കൂല. മുമ്പുള്ള റവാത്തിബ്, ശേഷമുള്ള റവാത്തിബ് ഒക്കെ നിസ്കരിക്കുന്ന ആളാണ്. പക്ഷെ എന്താ അറിയില്ല, ജമാഅത്തിന് ഇങ്ങോട്ട് എത്തൂല. അത് തട്ടിത്തിരിഞ്ഞ് അന്നേരം ഇങ്ങോട്ട് ആകുമ്പോഴത്തേന് കുപ്പായം കാണില്ല, തുണി കാണില്ല, മറ്റത് കാണില്ല അറിയാണ്ട് ഈ ഒരു തട്ടിത്തിരിച്ചിൽ. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ആ അവിടെ ഓടി ഓടി മണ്ടിപ്പാഞ്ഞിങ്ങോട്ട് എത്തുമ്പോഴത്തേന് എന്തായിട്ടുണ്ടാവും? അത് കഴിഞ്ഞിട്ടുണ്ടാവും. നോക്കിയാണ് നിങ്ങൾ. അപ്പോൾ ഇതാണ് ആറാമത്തെ മർത്തബ. ഈ രൂപത്തിൽ ഒരു മനുഷ്യനെ ഇബ്ലീസ് വേട്ടാടുന്ന. സുബയൊക്കെ നിസ്കരിച്ച് ഒരു യാസീനൊക്കെ ഓതിയിട്ട് ഇപ്പോൾ ഒരു 7 മണിക്ക് പോയാൽ മതിയല്ലോ. ഏതായാലും ഇപ്പോൾ 7:00 തുടങ്ങാം. നമ്മളെന്നും വിചാരിച്ചു 7 മണിക്ക് തുടങ്ങണമെന്ന്. എത്ര ആയിട്ടും കഴിയണില്ല. അപ്പോൾ ഏതോ ആവട്ടെ 7 മണിക്ക് പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വാച്ച് നോക്കി കടന്നിട്ടുള്ള ഉറങ്ങാനൊന്നും ആവില്ല, ഒന്ന് കിടക്കട്ടെ. അതിനിടയിലാണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ നാലും മനസ്സിലൊരു വലിയ ആഗ്രഹം ഉണ്ടായപ്പോൾ ഒന്നെന്തായി, 7:15 ഒന്ന് കണ്ണുറന്ന് ഇതിൽ പോകാം, ഇനി ഉറങ്ങണില്ല, പോകണ്ടെന്നില്ല, ഇന്ന് പോകണ്ടെന്നില്ല, പോകാം എന്നറിയാണ്ട് ഒന്ന് ചെരിഞ്ഞാണ്ട് കിടന്നു. പിന്നെ വാജിക്ക് നോക്കിയപ്പോൾ 9 മണിയാണ്. അജ്ജടാ വല്ലാത്തൊരു കോളിട്ടു അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ രൂപത്തിൽ മനുഷ്യരെ വേട്ടയാടുകയാണ് ഇബ്ലീസുൽ ലഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. അവൻ്റെ ഷർറിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ജീവിതത്തിലുടനീളം ഇസ്ലാമിക വിശുദ്ധി ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് സാധുക്കളാകുന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ.